ആരിലൊക്കെ ഷെയർ ചെയ്ത് തരുമ്പോഴത്തേക്കും സമയം ഉണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് നോക്കാറുണ്ട്, പിന്നെ നമ്മുടെ പണിക്ക് പോകാറുണ്ട്. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ചില കോമന്റ്സ് ഒക്കെ കാണുമ്പോൾ വിഷമം വരിക അങ്ങനത്തെ ഇതൊന്നും ഇല്ല? ഇല്ല, വിഷമം വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന ഒരു നല്ല കാര്യത്തിന് വേറെ രീതിയിലോട്ട് വളച്ചൊടിക്കുമ്പോൾ മാത്രമേ വിഷമം വരാറുള്ളൂ. അല്ലാതെ നമ്മൾ പറയുന്ന കാര്യങ്ങളെ വളച്ചൊടിച്ചുകൊണ്ട് ട്രോൾ ആക്കുമ്പോഴത്തേക്കും വി ജസ്റ്റ് ഡോണ്ട് കെയർ അബൌട്ട് ഇറ്റ്. അങ്ങനെയാണല്ലേ? അവരവരുടെ പണി നോക്കുന്നു, അവരുടെ ഭക്ഷണം ഉണ്ടാക്കുന്നു, നമ്മൾ നമ്മുടെ കാര്യങ്ങളുമായിട്ട് ഹാപ്പി ആയിട്ട് പോകുന്നു. അത്രേ ഉള്ളൂ. രശ്മിക്കും അങ്ങനെ തന്നെയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള കമന്റ് ആണ്, നിങ്ങൾ രണ്ടുപേരും എങ്ങനെ സെറ്റായി, നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഇത്ര ഒരേപോലത്തെ വൈബായി എന്നുള്ളതാണ് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള കമന്റ്. ശരിക്കും എങ്ങനെയായിരുന്നു? നിങ്ങൾ രണ്ടുപേരുടെ അറേഞ്ച് മാരേജ് ആണോ? അല്ല, ലവ് മാരേജ് ആണ്. ലവ് മാരേജ് ആണ്. ബട്ട് അതാണ് എല്ലാവരും ചോദിക്കുന്നത്, നിങ്ങൾ രണ്ടുപേരും എങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് സെയിം പെർസ്പെക്റ്റീവ് ആവുന്നുള്ളതാണ്. മേ ബി ലൈഫിൽ ഒരു 11 വർഷമായി ഞങ്ങൾ റിലേഷനിൽ തുടങ്ങിയിട്ട്. അപ്പോൾ ആ ഒരു 10ാം ക്ലാസ് സമയം തൊട്ട് ഒരുമിച്ച് ഞങ്ങൾ പ്രശ്നങ്ങളെയൊക്കെ അഭിമുഖീകരിച്ച് ഒരുമിച്ച് ഫൈറ്റ് ചെയ്ത് വന്നുകൊണ്ടാവാം ചിലപ്പോൾ ഒരേ വേവ് ലെങ്ത് ഉള്ളത്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഈ ആൾക്കാരൊക്കെ ഇങ്ങനെ പറയുന്നത്, ചിലർ പറയുന്നു നിങ്ങൾ ഒരു പ്രശ്നം കാണുമ്പോൾ അത് റിയാക്ട് ചെയ്യുന്നതാണ്, പക്ഷെ ചിലർ പറയുന്നത് അത് അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടിയിട്ടാണെന്ന്. ശരിക്കും എന്താണ് സംഭവം? ഒരു പ്രശ്നം വരുമ്പോൾ ഞങ്ങൾക്ക് റിയാക്ട് ചെയ്യാനുള്ള ഗട്സ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ റിയാക്ട് ചെയ്യുന്നു. എല്ലാവരും റിയാക്ട് ചെയ്യണമെന്നില്ലല്ലോ. ഇപ്പൊ ഞങ്ങൾ റിയാക്ട് ചെയ്തുകൊണ്ട് അവിടെ ഒരു സൊല്യൂഷൻ ഉണ്ടാകുവാണെങ്കിൽ അത് വേറൊരാൾക്ക് കൂടെയാണ് ഹെൽപ്ഫുൾ ആകുന്നത്. ഓക്കെ. നിങ്ങൾ റിയൽ ലൈഫിൽ എങ്ങനെ, ലൈക് വീഡിയോസിൽ നമ്മൾ കാണുന്നുണ്ട് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ പറയുന്നുണ്ട്, റിയൽ ലൈഫിൽ നിങ്ങൾ ഇങ്ങനെ തന്നെയാണ് നിങ്ങൾ ഇങ്ങനെ പറയാം? അതായത് ഞങ്ങളൊരു കണ്ടന്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഞങ്ങളുടെ ഒരു പ്ലസന്റ് ഫേസ് കൊണ്ടുവരാറില്ല. ഞങ്ങൾ എങ്ങനെയാണോ ആ ഒരു സാഹചര്യത്തിൽ അത് മാത്രമാണ് വീഡിയോയിൽ ഡോക്യുമെന്റഡ് ആവുന്നത്. വേറൊരു സംഭവം ഉണ്ടായിരുന്നു, നിങ്ങൾ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കുന്നത് അത്ര നല്ലതല്ലെന്ന് പറഞ്ഞിട്ട് KFC-യിൽ ഇരിക്കുന്ന ഒരു ഇത് കണ്ടു എന്ന് പറഞ്ഞ കുറെ പേര് അതിന് റിയാക്ട് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാനുണ്ട്? അത് കൊടുക്കാം. രണ്ടുപേരും അത് പ്രിപ്പയർ ആയി വന്നേക്ക്. KFC-യുടെ വീഡിയോ കുറെ നാള് മുമ്പുള്ളതാണ്. ഞങ്ങള് ഇപ്പൊ പുറത്താണെങ്കിലും ഞങ്ങൾ തൃശ്ശൂരാണെങ്കിലും വർക്കിന്റെ ബേസിൽ ദൂരത്തൊക്കെ പോകാറുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് എപ്പോഴും വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കാൻ പറ്റില്ല, മിക്കവാറും പുറത്തുനിന്നായിരിക്കും കഴിക്കുന്നത്. ഇവനെ കണ്ടാൽ പറയത്തില്ലെന്നേ ഉള്ളൂ, പക്ഷെ ഇവന് കൊളസ്ട്രോൾ ഉണ്ട്. അപ്പൊ മാക്സിമം ഞങ്ങൾ പുറത്തുനിന്നുള്ള ആഹാരം കുറച്ചിട്ട് വീട്ടിലെ ആഹാരം കഴിക്കാൻ അങ്ങനെ ഒരു പ്ലാൻ ഇട്ടു. അതിന്റെ ബേസിസിലാണ് ആ ഒരു വീഡിയോ എടുത്തത്. അപ്പോൾ ഞങ്ങൾ പുറത്തു പോയപ്പോഴത്തേക്കും ഒരു നേരത്തേക്കുള്ള ആഹാരം ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. അത് ഞങ്ങൾ കാറിൽ ഇരുന്ന് കഴിച്ചു. ഞങ്ങൾ പുറത്തുനിന്ന് കഴിക്കത്തില്ലെന്നും പറഞ്ഞിട്ടില്ല, പുറത്തുനിന്ന് കഴിക്കുന്നത് ദോഷമൊന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ മാക്സിമം കുറച്ച് ഇതേപോലെ വീട്ടിലുള്ള ആഹാരങ്ങൾ കൂടുതൽ കഴിക്കാൻ ശ്രമിക്കുന്നു എന്ന രീതിയിലാണ് ഞങ്ങളത് പുറത്തോട്ട് പറയാൻ ശ്രമിച്ചത്. പക്ഷെ അത് പുറത്തോട്ട് വന്നപ്പോ അത് വേറെ രീതിയിലായി പോയി. അതിനകത്ത് കറക്റ്റായിട്ട് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഓയിൽസ് ഇപ്പം ചക്കിലാട്ടിയ വെളിച്ചെണ്ണ അല്ലെങ്കിൽ അതുപോലെ നമുക്ക് 100% പ്യൂർ ആയിട്ടുള്ള കോക്കനട്ട് ഓയിൽ ആണെന്ന് ഉറപ്പുള്ള അല്ലാത്ത ബാക്കി എല്ലാ സാധനങ്ങളിലും പെട്രോളിയം ബൈ പ്രൊഡക്റ്റുകൾ ഉണ്ട് എന്നതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു സെഗ്മെന്റിലേക്ക് പോവാം. ഇത് നമ്മൾ കുറച്ച് സീരിയസ് ടോപ്പിക്സ് ഒക്കെയാണ് സംസാരിച്ചത്. ഇനി കുറച്ചൊരു ഫണ്ണി എന്ന് പറയാം. ഓക്കെ, കംപ്ലീറ്റ് ഫണ്ണാണ്. സോ നിങ്ങൾ ഈ കമന്റ്സും അതൊക്കെ മറന്നേക്ക്. ഓക്കെ, മനസ്സറിയാം എന്നാണ് ഈ സെഗ്മെന്റിന്റെ പേര്. ഓക്കെ, അപ്പൊ സെഗ്മെന്റിന് നമുക്ക് പ്രോപ്പർട്ടി ഉണ്ട്, 2 വിസിൽ നിങ്ങൾക്ക് തരും. ഓക്കെ, എനിക്ക് പച്ച. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ ക്വസ്റ്റ്യൻസ് ചോദിക്കും, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കണം, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് ഐ കോണ്ടാക്ട് ഒന്നും പറ്റില്ല. ഓക്കെ, അവിടെ തിരിഞ്ഞിരുന്ന് ഞാനൊരു ക്വസ്റ്റ്യൻ ഓർ സ്റ്റേറ്റ്മെന്റ് എന്താണേലും പറയും. അത് നിങ്ങൾക്ക് എന്ത് ഉത്തരമാണ് പറയാനുള്ള 1 സെക്കൻഡ് പോലും സമയം തരില്ല. വിസിൽ അടിക്കണം. ഓക്കെ, വിസിൽ അപ്പൊ തന്നെ അടിക്കണം. ഒരേപോലെ അടിച്ചാൽ നിങ്ങൾക്ക് മാർക്ക്. നിങ്ങൾ അടിച്ചില്ല അല്ലെങ്കിൽ 2 പേര് തെറ്റുത്തരാണ് പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് പണിഷ്മെന്റ് ഉണ്ട്. പണിഷ്മെന്റ്, ദിസ് ഈസ് ഫുൾ ഓഫ് ഫൺ. ഓക്കെ, ഫുൾ ഫൺ ആണ്. അപ്പൊ ഒന്നും വിചാരിക്കണ്ട. റെഡി അല്ലേ? വിസിൽ അടിക്കുന്നതിന് മുമ്പ് ഞങ്ങളതൊന്ന് ടിഷ്യൂ തരാവോ? അതെന്തിനാ? ഞങ്ങൾക്ക് കുറച്ച് ഹോസ്പിറ്റലിന്റെ പ്രശ്നമുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് 2 പേർക്കും അങ്ങനെ കുറച്ച് വൃത്തിയുടെ നിർബന്ധം ഉണ്ടല്ലേ? ഓക്കെ, ടിഷ്യൂ ഉള്ളായിരുന്നു. ഉള്ളത് ഷെയർ ചെയ്യാം. ഓക്കെ, ഓക്കെ. സോ ഈ സെഗ്മെന്റ് എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങോട്ട് ഇങ്ങനെ തിരിഞ്ഞു നിൽക്കണം. ഓക്കെ, തിരിഞ്ഞു നിന്നിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ ഓർ സ്റ്റേറ്റ്മെന്റ് ചോദിക്കും. അപ്പൊ യെസ് ആണെങ്കിൽ നിങ്ങൾ വിസിൽ അടിക്കണം, നോ ആണെങ്കിൽ ചെയ്യണ്ട. ഇത് 2 ഒരുമിച്ച് ചെയ്താലാണ് നിങ്ങൾ ഇതിൽ വിജയിക്കുക. നിങ്ങൾ ഒരാൾ വിസിൽ അടിച്ചിട്ട് ഒരാൾ തെറ്റിപ്പോയ പണിഷ്മെന്റ് ഉണ്ട്. ഓക്കെ, ഓക്കെ, അപ്പൊ റെഡി അല്ലേ? സോ ഫസ്റ്റ് അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കരുത്, അങ്ങനെ തിരിഞ്ഞു നിന്നു. ഇത് ഫുൾ ഫണ്ണാണേ. സോ ഒരു സീരിയസ്നെസ് ഒന്നും പിടിച്ചിരിക്കണ്ട, ഫുൾ ഫണ്ണാണ്. തുടങ്ങുവാണേ. തിരിഞ്ഞിരിക്കും, രോഗത്തിൽ തിരിഞ്ഞിരിക്കും. ഓക്കെ, സോ എസ് ആണെങ്കിൽ വിസിൽ അടിക്കണം.
നോ ആണെങ്കിൽ വേണ്ട. കംപ്ലൈന്റ് സ്റ്റാർ എന്ന ഫൺ ടൈറ്റിൽ കിട്ടിയതിൽ സന്തോഷമുണ്ട്. ചെറുതായിട്ടൊന്നും അടിക്കാൻ വന്നു രോഹിത്. ഇല്ല, സന്തോഷം എന്ന് പറയുമ്പോഴത്തേക്കും ഈ പറയുന്ന ട്രോൾ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന പോലെ ഇപ്പം അതിന്റെ ആവശ്യമില്ല. അവര് അവരുടെ പണി ചെയ്യുന്നു, അവരുടെ ജീവിതമാർഗം കണ്ടെത്തുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ. അപ്പം ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങൾ വിസിൽ വായിൽ വെക്കണം. ഓക്കെ, എന്നിട്ട് ഊതാതിരിക്കുക ചെയ്തോ. വിസിൽ വായിൽ വെച്ചോ. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ ആൾക്കാർ വിചാരിക്കും എന്തെങ്കിലും കുഴപ്പമുണ്ടോ. ഓക്കെ, സോ ഇപ്പോൾ ആയ പിന്നെ എവിടെ യാത്ര പോയാലും പ്രതികരിക്കാൻ ഒരു കംപ്ലൈന്റ് കണ്ടാൽ സന്തോഷമാണ്. അങ്ങനൊന്നുമില്ല. ഇപ്പോൾ ആയ പിന്നെ എവിടെ യാത്ര ചെയ്താലും പ്രതികരിക്കാൻ ഒരു കംപ്ലൈന്റ് കണ്ടാൽ സന്തോഷമാണ്. നിങ്ങളിപ്പോ എവിടെ പോയാലും എന്തെങ്കിലും കംപ്ലൈന്റ് കിട്ടി നിങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ എന്ന്? അങ്ങനൊന്നുമില്ല. ഇല്ല ഇല്ല. നെക്സ്റ്റ്, ചില സാഹചര്യങ്ങളിൽ പ്രതികരിക്കാൻ പറ്റാതെ പോയതിൽ നിരാശ തോന്നിയിട്ടുണ്ട്. ഒരാളെ ഊതിയുള്ളൂ, അപ്പൊ പണിഷ്മെന്റ്. ഓക്കെ, പക്ഷെ അതിന് മുമ്പ് കൂട്ടത്തിൽ ഞാനാണ് കുറച്ചുകൂടി ഇമ്പൾസീവ് ആയിട്ടുള്ളത്. അപ്പൊ ചില കാര്യങ്ങള് എനിക്ക് ഇവളായാലും പറയും, ആ ഒരു സംഭവം നമുക്ക് റിസ്ക് ആണ്, വിട്ടേക്ക്, നമുക്ക് പോവാന്ന് പറയും. പക്ഷെ ഫോർ മീ എനിക്ക് തെറ്റ് കണ്ടാൽ പ്രതികരിക്കണം, അത് നിർബന്ധം.